റെക്കോർഡിങ് പിന്നെ റെക്കോർഡ് കളയാനത് പിന്നെ ഒന്ന് ഇതെല്ലാം ഞെക്കിയാൽ മതി. അപ്പം റെക്കോർഡായിക്കോളും. റെക്കോർഡായിക്കോളും കേട്ടോ. ഒരാഴ്ച മതി. ബുദ്ധിമുട്ടാണ്. മോളി ഇതിനകത്ത് ഉണ്ടായിത്തരാം. പക്ഷെ എനിക്കത് അറിയത്തില്ല.
സർവസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ചോദ്യം ധ്യാനിക്കാം. നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവ്, ഇതിനെ ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരത്തു വലം ഭാഗേ ആകാശവും ഭൂമിയിലാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റൂഹായേ, മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. നിരവധിയാമൻ പാപങ്ങൾ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമിന്നും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. രവികലബോധം നുകരാംഗതരെ മഹിമാവഴുകും അണവയിങ്കൽ ചേർക്കണമീശോ. സകലത്തിനെയും നാഥനും ദൈവമായ മിശിഹായെ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും.
കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷകൾ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണം. ജീവന്റെയും മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാം. എന്റെ കർത്താവേ, നീ അനുഗ്രഹിക്കും മഹിമയുടെ അന്തിമവിധിനാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ, നല്ല വലത്തു വലം ഭാഗേ. ആകാശഭൂമിയുടെ ജലാകുന്നു, ആകാശമേ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. ശരീരവും ദേവശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൽസുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങൾ പാല ആശ്രമത്തിൽ നിന്ന് എത്തിയിരിക്കുന്ന അച്ഛന്മാരാണ്. നിങ്ങളുടെയൊക്കെ അമ്മയുടെ നിര്യാണത്തിൽ ഞങ്ങളുടെ അനുശോചനമായിരിക്കുന്നതിന് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലേക്കുമാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെയും പേർക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ അനുശോചനം അറിയിക്കുന്നു. അമ്മയ്ക്ക് വേണ്ടി നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. തുടർന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. 5 പേരെ നേരെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 2 വൈദികരെയും 3 സിസ്റ്റേഴ്സിനെയും നൽകിയ അമ്മ. വളരെയധികം സേവനം ചെയ്യുന്ന ഡോക്ടർ ജോസഫ് വളരെ പ്രശസ്തനും ന്യായക്കാർക്ക് പ്രത്യേകിച്ചു എല്ലാവർക്കും, കൊച്ചുമക്കൾക്കും എല്ലാവർക്കും ഞങ്ങളുടെ അനുശോചനം ഞങ്ങൾ അറിയിക്കുന്നു. അമ്മയ്ക്ക് വേണ്ടി നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. മരിച്ചവനെ ഉയർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. വരുന്നവനെ വിളിക്കുകയും സമർപ്പണനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളോട് ആശ്വസിപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാം. ആമേൻ. ജഗത്കാരനെ പ്രവർത്തിക്കും കരുണയുടെ നിവർത്തനമേ, നല്ല വരത്തു വലം പ്രതീക്ഷാവിന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന അവൾക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയവന്റെ മക്കളാകുന്നു. പരിശുദ്ധാത്മാവിന് സ്തുതി. നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്റെ കൃപയെങ്കിലും നിരന്തരം വസിക്കുമാറാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Good job.
ഇങ്ങനന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ പിന്നിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല. അമർന്നു ഞാൻ നാദാനീതാനവലംബം ഭംഗിയന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു ആശ്രയമായ ദൈവമേ, പാപങ്ങളും കടങ്ങളും പോറ്റുന്നവനെ, നിന്റെ മഹനീയമായ അദ്വൈതത്തിന് അഗ്രാഹ്യമായ ആനന്ദകാരുണ്യം ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ, ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. സന്തോഷത്തിലൊരാനന്ദിക്കും കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു, കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പരിശുദ്ധാത്മാവിന് സ്തുതി. ബാബാപുത്രൻ റൂഹായേ, മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തിരുവിഴിയെല്ലാം കാണുന്നു. ഞങ്ങളെ അനുഗമിക്കുകയും എന്റെ ദയാധിക്ക് ഞങ്ങളുടെ പാപങ്ങളുമായി സകലയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. മനുഷ്യവംശത്തിന്റെ രക്ഷകരമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പന അനുസരിച്ച് മരണം വഴി ലോകത്തിന് വേർപിരിഞ്ഞു പോയ നിന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയമായിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിലെ മഹത്വത്തോടുകൂടെ ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പോഴുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കരകൾ കഴുകി വിശുദ്ധീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അടുത്ത പേരുള്ള അഗ്നീത എന്ന പ്രാർത്ഥനയോട് മനുഷ്യരെ ഉയർപ്പിക്കുന്നവനെ സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം വസിക്കുന്ന സ്വർഗീയവാസിയിലേക്ക് ഇവളെ പ്രവേശിപ്പിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവിന്റെ കയ്യിൽ ദോഷത്തോടത്
വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ സന്തോഷത്തോടത് വാങ്ങി ഹല്ലേലൂയ പാടിയിടും രണ്ടാമത്തെ എത്ര മതി നല്ല തിക്കൻസ് ഒരു കാലിൻ്റെ ഒത്തിരി ഉണ്ട് കയ്യെ കൊടുക്കാം കയ്യാ പോവേണ്ട എല്ലാം കൊടുക്കില്ല അപ്പം ഫ്രീ മറ്റേ ജനതി കൊടുക്കില്ല ഇവിടെ മതി
മുകളിൽ നിൽക്കുന്ന ആൾക്കാരും ഈ അമ്മച്ചിക്ക് വേണ്ടി പ്രത്യേകം നടക്കുകയായതുകൊണ്ട് ഈ സംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ വരാനായിട്ട് സാധിക്കുകയില്ല. പിതാവിൻ്റെ പ്രത്യേകമായ അനുശോചനം ബന്ധുക്കളെ എല്ലാം പ്രത്യേകമായിട്ട് അറിയിക്കണം എന്നോട് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് അഭിവന്യ പിതാവ് തക്കല രൂപതയിലെ മെത്രാനായിരുന്നപ്പോൾ ഈ അമ്മച്ചിയുടെ മകളായ സിസ്റ്റർ ജോസ്ലിറ്റ് അന്ന് അവിടെ പ്രൊവിൻഷ്യലായി സേവനം ചെയ്ത് തക്കല രൂപതയ്ക്ക് വേണ്ടി ഒത്തിരി സേവനങ്ങൾ ചെയ്തിരുന്നു എന്ന് പിതാവ് പ്രത്യേകമായിട്ട് എന്നോട് പറഞ്ഞു. ആ കാര്യങ്ങൾ പിതാവിൻ്റെ അനുശോചനവും പ്രാർത്ഥനയുമെല്ലാം ഈ അവസരത്തിൽ ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. പിതാവ് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്, തുടർന്നും പ്രാർത്ഥിക്കുമെന്ന് പിതാവ് എന്നോട് പറഞ്ഞിരുന്നു. ആ വലിയ ബോധ്യത്തോടെ നമുക്ക് ഈ കർമ്മങ്ങളിൽ സംബന്ധിക്കാം. ഒരമ്മ എന്ന നിലയിൽ ശുശ്രൂഷയിലാണ് നമ്മൾ സംബന്ധിക്കുക. മക്കള് ഒരമ്മയെ എത്രമാത്രം സ്നേഹത്തോടെ പരിഗണിക്കാമോ അത്രയെല്ലാം രീതിയിൽ പരിഗണിച്ച് അമ്മയെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യാത്രയാക്കിയിരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ വന്നിട്ടുണ്ടെങ്കിൽ മാനുഷികമായ രീതിയിൽ അതെല്ലാം പരിഹരിച്ച് ദൈവത്തിൻ്റെ വലതുഭാഗത്തുണ്ടാകും എന്ന പ്രതീക്ഷയിൽ ഈ തിരുക്രമങ്ങളിൽ സംബന്ധിക്കാം. ഞങ്ങളുടെ പാപമോചനത്തിനായി തന്നേതിനെ ആശീർവദിക്കണമേ. ഈ ജലത്താർത്തിനെ സ്വീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വന്തക്രിയകളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദ്രക്രിയകൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിലെ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ
എന്റെ സഹോദരനെ പൗലോസിയാകാരുടെ ലേഖനം. എന്റെ സഹോദരനെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവാകുമ്പോൾ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോയുടെ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ മാത്യുവച്ചനും ജോസഫ് അച്ഛനും മാത്യുവും തോമസും ഡോക്ടർ ജോണിയും അതുപോലെ ഞങ്ങന്മാർ 3 പേര് സിസ്റ്റേഴ്സ് ലൂസിൻ്റെയും കരിയൻ്റെയും സലോമിയും എല്ലാവരെയും വളരെ അടുത്ത് നല്ല പരിചയമുള്ളതാണ്. ഈ വീട്ടിൽ ഈ കുടുംബത്തിൽ 2 പ്രാവശ്യമെങ്കിലും വന്ന് പിതാവുള്ളപ്പോഴും അല്ലാത്ത സമയത്തും 2 പ്രാവശ്യം വന്ന് കുടുംബാംഗങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മാത്യുവച്ചൻ ജർമ്മനിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അമ്മ മരിച്ചു. അടക്ക് തീരുമാനിച്ചിട്ടില്ല, ചന്തയിലായിരുന്നു മഹാരാഷ്ട്രയിൽ. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നുണ്ട് പങ്കുകൂടുവാനായിട്ട്. അതുകൊണ്ട് ഈ 3 സഹോദരിമാർക്കും കുഞ്ഞുമക്കൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ചന്ദാ മിഷന്റെ പേരിലും നാട്ടിൽ അളയത്തെ
പുനരുത്ഥാനം നൽകുന്നു ആരാധനയും
തിരുമാതാവേ കന്യാമേരി ഞങ്ങൾ പ്രാർത്ഥിക്കണമേ സുതനോടു എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വെച്ചു ആദിയിലലിവോട് ജന്മം നൽകി ഭക്തിനു നിന്നുടെ രൂപമേ ഉപവാസത്താൽ കൂട്ടരുമെന്നെ നടന്നു ഉപവാസത്താൽ നിന്നുമ്പിൽ കണ്ടു ഭുവനത്തിൽ തിന്മകളെല്ലാം തിരുകി പാപങ്ങൾ ഫലമായി പീഡകളും തിങ്ങി നിറഞ്ഞല്ലോ കോപത്തിൽ ഞങ്ങളെ ശിക്ഷിക്കരുതേ പാടിടുവാൻ നാവും അവന്റെ വലിയവരും ചെറിയവരും
കണ്ണുനീരുകൊണ്ട് എന്റെ കിടക്ക ഞാൻ നിറച്ചു. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ തന്റെ പ്രാർത്ഥനയാലും നിശിക അവരോടുകൂടിയാളുകയും വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവമിയാട് എഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ടവർ ഗണത്തെ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധാത്മാവായ സർവേശ്വര മരണവിധേയരാകുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. സ്ഥാനത്ത് നിങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അറിയിച്ചേരാ സകലത്തിന്റെ നാഥനായ ദൈവം ഇനിയുടെ ദൈവത്തിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലത്തുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിരന്തരം നിങ്ങളെ വസിക്കുകയും അവിടുത്തെ കാര്യം ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും
വേണോ വേണമല്ലേ ആനയും പ്രശ്നം ആന്നല്ലേ കൈയാണ് ആ വേണം അവിടെ ഇട്ടല്ലേ എടുത്തോ
സാധനം ഉണ്ടേ അതെടുക്കാൻ ഫോണൊക്കെ താഴ്പാടാണ്. ആദ്യമായിട്ട് പഠിക്കുമ്പോൾ അവർ നോക്കത്തില്ല, അറിയില്ല. അതെ, ഇവിടെ കിടന്ന് ആവി അതുകൊണ്ടാണ്. അതെ, എനിക്ക് പറ്റിയായിരുന്നു ഇതുപോലെ ചൂട്. ഏതായിരുന്നു തന്നെ ആ വീടിന്റെ പ്ലാൻ നോക്കാൻ വന്നല്ലോ ഞാൻ. ഏതായിരുന്നു ആ പരിപാടിക്കാരനാ. എനിക്കും പറഞ്ഞാൽ പിടി കിട്ടിയില്ല. എന്തെങ്കിലും കണ്ടു പറഞ്ഞിട്ടുള്ള എനിക്ക് തോന്നി കാഞ്ഞനമറ്റംകാരനാണെന്നുള്ളത് എനിക്ക് ഊഹമുണ്ടായി. ഞാനന്ന് വഴി പറഞ്ഞു വിട്ടെ. വടക്കാമുറി കുഞ്ഞു പക്കമറ സാറിന്റെ എന്റെ വീട് കാണാൻ ഈ ഒരു കട്ടി കൊപ്പട വീശി ചില വെള്ളമൊക്കെ അടിക്കും. പുള്ളിയെ കൂടെ പണിതാ നമ്മുടെ ബന്ധപ്പള്ളിയുടെ സക്കത്താനം പോയി. കതിരുകൾ വീശും നിറതിരിയാക്കി പാവൻ മരണമണഞ്ഞു ദിവ്യ ശരീരം കൈ മാനവനുലകിൽ മംഗളജി. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചി ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ വേണ്ടിയിട്ട് ഒരു വിശുദ്ധയായ അമ്മ സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന് ശവസംസ്കാര വേളയിലെ സന്ദേശത്തിൽ നാം ശ്രമിച്ചു. ഇന്ന് നാം എല്ലാവരും ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി ആ അമ്മച്ചിയെ പ്രത്യേകത്തിൽ അനുസ്മരിക്കുന്ന ഈ ദിനത്തിൽ നമ്മുടെ ഞാനാവുന്നു പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അമ്മച്ചി ശാരീരികമായിട്ട് തൻ്റെ ദിവ്യ സാന്നിധ്യം വഴിയായിട്ട് നമ്മോടുകൂടി എപ്പോഴും ഉണ്ട്. നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും ഒരമ്മയുടെ പരിലാളനയോടുകൂടി, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും, മക്കളുടെയും കുഞ്ഞുമക്കളുടെയും ബന്ധുക്കളുടെയും ഇടവാങ്ങുകളുടെയും എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് മുമ്പിൽ മാധ്യസ്ഥം വഹിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സന്നിധിയുണ്ട് എന്നുള്ള ആ യാഥാർത്ഥ്യം തീർച്ചയായിട്ടും നമുക്ക്
ചാരിതാർത്ഥ്യവും സന്തോഷവും നൽകുന്ന ഒരു വസ്തുതയാണ്. മരിച്ചുപോയവരെ നാം അനുസ്മരിക്കുമ്പോൾ നാം ഓർക്കേണ്ടത് അവരെല്ലാവരും നമ്മുടെ മുമ്പിൽ നമുക്ക് മുമ്പേ ഒരു ജീവിത മാതൃക നൽകി മുന്നോട്ട് പോയവരാണ്. ദേശം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു ആ രാജ്യത്തിന് സന്തോഷവും സമാധാനവും എല്ലാം ശ്രേയസ്കരിക്കാനായിട്ട് നമുക്ക് ഈ വേണ്ടി ദൈവത്തിന് സമ്മതിക്കാം. മരണം മൂലം ഉയർത്തിട്ടുപോയ നിങ്ങളുടെ സഹോദരത്തിന് ജീവൻ ദാനം ചെയ്യണമേ. വിശുദ്ധായി കൊണ്ട് മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷത്തിനു വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങളെ ശക്തിയോടെ പരികരണം ചെയ്യുവാൻ നിർദ്ദേശിക്കലാകുന്നേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവീശ്വരനെ ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു. ദൈവമേ എന്നെ നീ കേൾക്കണമേ. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ കാരുണ്യവാൻ നൽകണമേ. പ്രകാശിപ്പിക്കാനുമായ എല്ലാ സഹായങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് വെടിയുടെ നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങനെ നിരന്തരം സ്തുതിക്കുകയും ആത്മഹത്യയും ചെയ്യട്ടെ. അങ്ങനെ സകലത്തിൻ്റെ നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോമാഹാവിനയമോടെ ഉദ്ധാനം നീ അരുളുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം പരമാവേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ തേടണമേ. പരിശുദ്ധാത്മാവായ സർവേശ്വരായ ഇപ്രകാരം തന്നെയാണ് മത്സ്യങ്ങളുടെ പുനരുദ്ധാനവും. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു.
അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, മഹിമയിൽ ഉയർപ്പിക്കപ്പെടുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു. വിതയ്ക്കുന്നത് ഭൗതിക ശരീരം, പുനർജീവിക്കുന്നത് ആത്മീയ ശരീരം. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു. എന്നാൽ ആദ്യമുള്ളത് ആത്മീയനല്ല, ഭൗതികനാണ്. പിന്നീട് ആത്മീയൻ. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗതികനാണ്. രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെയാവും ഭൗമികരും. സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും സ്വർഗീയരും. നമ്മൾ ഭൗതിക സന്ദർശനം ധരിച്ചതുപോലെ സ്വർഗീയ നമുക്ക് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടി. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. യേശു പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം പ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം വലിയ പ്രവൃത്തികളും അവിടുന്ന് അവനെ കാണുന്നു. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും അവിടുത്തെ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ് ഇത്. പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവരെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാവുന്നില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരം അവന് നൽകിയിരിക്കുന്നു. ഇത് നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവരുടെ സ്വരം ശ്രവിക്കുന്ന സമയം വരും. അപ്പോൾ നന്മ ചെയ്തവർ ജീവജീവത്തിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർത്തിനായും അവർക്ക് വരും. ദൃശ്യവും അദൃശ്യവുമായ അതിനെ സന്തോഷിക്കണമേ. ഭക്തിയോടും സത്യയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ ഞങ്ങളെല്ലാവരും ഹൃദയഗതങ്ങൾ ചൊരിയുവിലെന്നേക്കും ത്രിത്വത്തെ മോദാൽ നിത്യം സർവശക്തനും പിതാവുമായ ഏകദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സമഗ്രയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സർവ്വസൃഷ്ടികൾക്കുള്ള
ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവമുള്ള സത്യവും പിതാവിനോടുകൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകമാരിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാഥവുമായ ദൈവം തന്റെ സ്തുതി ആലപിക്കുവാൻ എന്നെ ശക്തനാക്കി. ഈ ലോകത്ത് ബന്ധപ്പെട്ട എല്ലാവരെയും അനുസ്മരിക്കുവാൻ ഈ വഴി നമുക്ക് സഹായം ചെയ്യട്ടെ. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, വിശ്വാസങ്ങൾ പരസ്പര സമാധാനം ആശംസിക്കുകയും മരണം മൂലം ഈ ലോകം വേർപെട്ടു പോയ പത്രികമാരും പുരോഹിതന്മാരും സമൂഹത്തിലെ എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മളിന്ന് ഓർമ്മയായിരിക്കുന്ന ഈ സഹോദരിക്ക് വേണ്ടി നമുക്ക് കർത്താവെ വേണ്ടി സ്വീകരിക്കണമേ. നമുക്കെല്ലാവർക്കും കർത്താവ് ദൃഷ്ടിയോടുകൂടെ കർത്താവ് വിളിച്ചുപേക്ഷിക്കുകയും നമ്മോടൊത്തുണ്ടാകട്ടെ വിചാരങ്ങൾ ഉയരും. അവിടുന്ന് തട്ടത്തിനെ ശുദ്ധിനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മധ്യമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിതാവിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനെ കൃഷികൊടുക്കുന്ന രാത്രിയിൽ ഈശോ നിർമ്മലമായ കരങ്ങളിൽ അപ്പടുത്ത് സ്വർഗ്ഗത്തിലേക്ക് വാഴ്ത്തി ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്യുന്നു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി സ്ഥിരീകരിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് വഹിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും. ഞാൻ ചെയ്തത് നിങ്ങളെന്റെ നാമത്തിൽ നിർമ്മിച്ചുകൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും. കർത്താവേ, നീ നമ്മോട് കൽപ്പിച്ചതുപോലെ ഒരുമിച്ചുകൊണ്ടേയിരിക്കുന്നു. നന്ദി പ്രകാശിക്കുവാൻ കഴിയാത്ത ഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ നമ്മളെ ഉപകാരമാക്കുവാൻ നീ ഞങ്ങളുടെ ഒരു സ്വഭാവം സ്വീകരിക്കുകയും അധപതിക്കോ ഞങ്ങളെ സമർപ്പിക്കുകയും
ശുദ്ധരായങ്ങളെ ഞങ്ങളുടെ ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും ആരാധനയും ഓടുണ്ടായിരിക്കട്ടെ. ശരീരവും ജീവനായും സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതാകുന്നു. ഇത് മനുഷ്യനോ മരുന്നില്ല പ്രകൃതമാർമോദന രക്ഷയും പ്രാപിക്കുകയും നിത്യജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വതന്ത്രനായ ജീവനുള്ള അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്നാകരമോ ജീവൻ നൽകി. അങ്ങയുടെ ആത്മാവോട് കൂടെ ഏകപിതാവ് പരിശുദ്ധനാകുന്നു. മനസ്സി പങ്കുവച്ചു മാറോടന്നെ എന്തോരാനന്ദം ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു ദിവ്യ സ്നേഹം നിറഞ്ഞ തിരിച്ചറിഞ്ഞു അരികിൽ വന്ദം എന്നു യേശുവേ മനസ്സിൻ അവരുടെ നിയമാനാഥത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സുപ്രഭവും പരിശുദ്ധവും ജീവനായ കുഞ്ഞിനിയുമായ കർത്താവേ, ആരാധനയ്ക്കും. ആമേൻ. കർത്താവേ, നിൻ സന്നിധിയിൽ ഞങ്ങൾ അയക്കും പ്രാർത്ഥനകൾ ബലികൾ കാഴ്ചകൾ അനവരതം കനിവുടുകൈ കൊണ്ടരുളണമേ. ആബേലോകയും അബ്രാഹം യോഗമണച്ചൊരു ബലിയിൽ നീ കൃപയാൽ നകുപോലീ ബലിയും ദിവ്യാശ്രീകന്മാരിവരുടെ ബലിയും വിധവയുടെ കർത്താവേ, നിന്ദാസിക്കായി ഇരുസന്നിധിയിൽ അണച്ചിടും ബലികൻ പാർക്കണമേ. കരുണാനിധിയാം കർത്താവേ, ചേർക്കണമേ നിന്ദാസിയെയും പരിശുദ്ധന്മാർ മരുവീടും പരമോന്നതമാം രാജ്യത്തിൽ. ദിവ്യഗണത്തോടൊത്ത നിശം മഹിമയെഴുന്നൊരു കൃത്വത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തിടുവാൻ കരുണയൊടികൾ കരിയണമേ. പിച്ചവരാമകിലർക്കും കരുണയുടെ ഗണമഖിലേശ ദിവ്യാനുഗ്രഹമെന്നെന്നും.
കരുണയുള്ള കർത്താവെ, കരയുന്നവർ നിലവിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. പാപങ്ങൾ മായ്ക്കാമേ നിങ്ങളെ ആമോദീസ വഴിയങ്ങേ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻസുതരേ. മഴ പെയ്യുമ്പോൾ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. പാപപുത്രൻ ക്രൂതായേ മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. നമുക്ക് സമാധാനം. നിന്റെ കരുണകളെ നിയമിക്കുകയും നിന്റെ ദയാദിക്ക് നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മകനീയമായ നിന്റെ ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാം യാക്കോ മഹിതാശേതൻ പരിപാവനമാരികൾ പോലെ കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. അഗാധത്തിനെ ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ രക്ഷയുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ പാപമോചനത്തെ മക്കളിൽ നിന്നാകുന്നുവല്ലോ. ഞാൻ ശ്രമപ്പെടുന്നു. പ്രതീക്ഷാവിന്റെ വാഗ്ദാനത്തിലാകുന്നു. പുനരിയാവാൻ കാത്തിരിക്കുന്ന ആൾക്കാരെ പോലെ കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു. പുനരിയാവാൻ കാത്തിരിക്കുന്ന ആൾക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാവുന്നു. പൂർണ്ണമായ രക്ഷയും അവരുടെ മകനാകുന്നു. ഇസ്രായേലിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. സജീവവും ജീവദായുമായ ശുദ്ധത്താൽ ആശ്രയേൽപ്പിച്ച കർത്താവേ, അശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൻ്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ ഓർക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എല്ലാവരും ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം നിമിഷമങ്ങവരെ മഹിമയോടെ ഉയർത്തിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സകലത്തിന്റെയും നാഥന ദൈവമായ മിശിഹായ നിന്റെ പുരുഷന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടി വാനമേഖല നീ പ്രത്യക്ഷനാവുകയും
സ്വർഗരാജ്യത്തിൻ്റെ വാതികൾ തുറക്കപ്പെടുകയും മരിച്ചവർ രക്ഷകരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ഒരു ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സിദ്ധമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.